എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോ സെറ്റിലേക്ക് സ്വാഗതം. ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡീഷണൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ എവിടത്തേക്കാണ്? കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിലേക്കുള്ള ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ആ നോട്ടിഫിക്കേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് കാറ്റഗറി നമ്പർ ആണ് 415/2025. ലാസ്റ്റ് ഡേറ്റ് December 3 പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈൽ ഓൾറെഡി ഉണ്ട്. ഇനി നെയിം ഓഫ് ഫേം കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് ആണ്. ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ല, അഡീഷണൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ്. ശമ്പളം 50,200 മുതൽ 1,05,300 വരെയാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. പുതിയ പേ ഒക്കെ വന്നപ്പോഴത്തേക്ക് മാറ്റം വരും കേട്ടോ. ഇപ്പൊ തന്നെ 2 വേക്കൻസി ഉണ്ട്. ഓൾറെഡി ആന്റിസിപ്പേറ്റ് വേക്കൻസി എന്നാണ് പറയുന്നത്, പക്ഷെ ഇപ്പോൾ തന്നെ 2 വേക്കൻസി അവൈലബിൾ ആണ്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് 18 മുതൽ 41 വരെയാണ്. 36 അല്ല, 41 വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞുതരാം. BA, BSc, BCom, ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലന്റ്. അപ്പൊ ബിടെക്കാർക്ക് അപ്ലൈ ചെയ്യാം, കാര്യം ഡിഗ്രിക്ക് ഇക്വലന്റ് കിട്ടുമല്ലോ അതിനകത്ത് കേട്ടോ. ഇനി MSW, MA സോഷ്യോളജി, LLB വിത്ത് ലോ വിത്ത് സ്പെസിഫിക്കേഷൻ ഇൻ ലേബർ ലോ. അതായത് ഇവിടെ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ട്. കാര്യം ഓൾറെഡി നമ്മൾ ലോ റിലേറ്റഡ് ഒരുപാട് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പം ലോ റിലേറ്റ് ചെയ്ത് പരീക്ഷ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള കുട്ടികൾ ചോദിക്കണം, സാർ ഇത് എന്താണ് ഈ LLB വിത്ത് സ്പെസിഫിക്കേഷൻ ലേബർ ലോ? അങ്ങനെ പലരും പഠിക്കുന്നില്ല, പല യൂണിവേഴ്സിറ്റി പഠിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യം ഇതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വലൻസ് വെച്ച് അപ്ലൈ ചെയ്യുക. എന്നിട്ട് കേരള PSCയിലേക്ക് ഒരു വിവരാവകാശം കൊടുക്കുക. എന്താണ് LLB വിത്ത് സ്പെഷ്യലൈസേഷൻ ലേബർ ലോ എന്നാണ് പറഞ്ഞേക്കുന്നത്. LLB ഉള്ളവർ ഓൾറെഡി 2 പേപ്പർ പഠിക്കുന്നതാണ്. അങ്ങനെ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, യോഗ്യതയുണ്ടോ, കൺഫർമേഷൻ കൊടുക്കണോ എന്ന് ഒരു വിവരാവകാശം കൊടുത്താൽ ഡേറ്റ കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ എന്നാൽ ഇപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കാൻ മറക്കരുത്. ഇക്വലൻസി വെച്ച് അപ്ലൈ ചെയ്യുക. അതല്ല പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ കൺഫർമേഷൻ കൊടുക്കാതിരുന്നാൽ മതിയല്ലോ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് 2.5 മാസം മുമ്പ് കൺഫർമേഷൻ വരും. അപ്പൊ പ്രശ്നമാണ്, കൺഫർമേഷൻ കൊടുക്കണ്ട. അപ്പൊ ഇതിന് ഇഷ്യൂ ഇല്ല. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു കൺഫ്യൂഷൻ കിടക്കുന്നത് കൊണ്ട് ഇക്വലൻസി വെച്ച് അപ്ലൈ ചെയ്യുക, അപ്ലൈ ചെയ്തിരിക്കണ്ട. ഓക്കെ. ഇനി 2017 ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അതാണ്ട് നമ്മൾ പറഞ്ഞ സെയിം പോസ്റ്റിൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. അത് വന്നത് 2017 കാറ്റഗറി നമ്പർ 222. 2017 വന്നെങ്കിലും അതിന്റെ റാങ്ക് ലിസ്റ്റ് 20 വന്നത്. അതിന് 1ാം റാങ്ക് കിട്ടിയാണ് മാർക്ക് ബേസിൽ 50.67. ഇന്റർവ്യൂ ഉള്ള പോസ്റ്റാണ്. 13 മാർക്കാണ് ഇന്റർവ്യൂ കിട്ടിയത്. അപ്പൊ 1ാമത്തെയാണ് മാർക്ക് എത്രയാണ്, 50.67 എഴുതി കിട്ടിയത്. ഇന്റർവ്യൂവിന് 13 മാർക്ക്. ബേസിലാണ് 1ാം റാങ്ക് കിട്ടിയത്. ആകെ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് 11 പേരാണ്. അതിലെ കട്ട് ഓഫ് മാർക്ക് 38.67. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പരീക്ഷ വന്നു, അതിന്റെ ക്വാളിഫിക്കേഷൻ മനസ്സിലായി, സിലബസ് മനസ്സിലായി, ഒരു വലിയ പോസ്റ്റാണ് നിങ്ങൾ മനസ്സിലായി. നിങ്ങൾ ആത്മാർത്ഥത പഠിക്കുക. അതാണ്ട് 1ാം റാങ്ക് കിട്ടിയ ആടെ മാർക്ക് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താ, ഇതിനേക്കാളും 10 മാർക്ക് അധികം വാങ്ങണം. ഇപ്പോൾ 50 ആണെങ്കിൽ അടുത്ത വർഷം അടുത്ത ടേം വരുമ്പോഴത്തേക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നല്ല ക്ലാസ്സുകൾ എല്ലാവരും കൊടുക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്, നല്ല കോമ്പറ്റീഷനാണ്. ഇതിനേക്കാളും 10 മാർക്ക് അധികം വരണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആത്മാർത്ഥത പഠിക്കുക. ഇനി നമുക്ക് ഇതിന്റെ സിലബസിലേക്ക് പോകാം. കാരണം സിലബസ് എന്ന് പറയുന്നത് കേരള PSC ഒരുപാട് ചെക്ക് ചെയ്തപ്പം കിട്ടിയ കാര്യമാണ്. ഇതൊരു കൺഫർമേഷൻ ആയിട്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും പുതിയ സിലബസ് വരും. അതിന് മുന്നോടിയായിട്ട് മാസ്റ്റർ കീ അക്കാഡമി എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ക്ലാസ് ആരംഭിക്കും November 12. ഈ മാസം 12-ാം തീയതി നമ്മൾ ക്ലാസ് ആരംഭിക്കും. അപ്പോൾ മാസ്റ്റർ കീ അക്കാഡമി എന്താണ് ഫോക്കസ് ചെയ്യുന്നത് എന്നതാണ് ആദ്യം പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നേരെ സിലബസിലേക്ക് പോകാം. അപ്പോൾ പഴയ സിലബസ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 2017 മുന്നേ നോട്ടിഫിക്കേഷൻ വന്നത്. അതുകൊണ്ട് തന്നെ പുതിയ സിലബസ് വരും, അത് ഉറപ്പാണ്. പക്ഷെ നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഏകദേശം കൺഫർമേഷൻ 1.5 മാസം 2.5 മാസം മുമ്പാണ് സിലബസ് വരുന്നത്. അപ്പൊ അത്രയൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പഴയ സിലബസ് നമുക്ക് അനലൈസ് ചെയ്ത് മാറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ച് കൃത്യമായിട്ടൊക്കെ പഠിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. സിലബസ് ഫോർ സെലക്ഷൻ ടു ദ പോസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡീഷണൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ, കമ്പനി കോർപ്പറേഷൻ ബോർഡ്, കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട്. പാർട്ട് 1 വന്നിരിക്കുന്നത് GK ആണ്. എന്ത് കറണ്ട് അഫയേഴ്സ്, ഓൺലൈൻ സയൻസ് ഒക്കെ പറയുന്നുണ്ട്. പാർട്ട് 1 മൊഡ്യൂൾ 1 നമുക്ക് മൊഡ്യൂൾ വെച്ച് പഠിക്കാം. മൊഡ്യൂൾ 1 വന്നേക്കുന്നത് GK പാർട്ടാണ് വന്നേക്കുന്നത്. മൊഡ്യൂൾ 2 വന്നിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് മൊഡ്യൂൾ 2-ൽ. അപ്പം ഇതൊക്കെ കോമൺ ആണ് മനസ്സിലാക്കിയുള്ളത്. GK കറണ്ട് അഫയേഴ്സ് ഉണ്ട്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. മൊഡ്യൂൾ 3-ൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് പറഞ്ഞേക്കുന്നത്.
മൊഡ്യൂൾ 4 ഇന്ത്യൻ എവിഡൻസ് ആക്ട് പറയുന്നുണ്ട്. മൊഡ്യൂൾ 5 അഡ്മിനിസ്ട്രേറ്റീവ് ലോ പറയുന്നുണ്ട്. മൊഡ്യൂൾ 6 വരുന്നത് കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വെൽഫെയർ ഫണ്ട് ആക്ട് വരുന്നുണ്ട്. മൊഡ്യൂൾ 7 വരുന്നത് ഇൻഡസ്ട്രി ഡിസ്പ്യൂട്ട് ആക്ട് വരുന്നുണ്ട്. മൊഡ്യൂൾ 8 എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് വരുന്നുണ്ട്. മൊഡ്യൂൾ 9 മിനിമം വേജസ് ആക്ട് വരുന്നുണ്ട്. മൊഡ്യൂൾ 10 വരുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വരുന്നുണ്ട്. അങ്ങനെ 10 മൊഡ്യൂളാണുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ IPC ഒക്കെ മാറി BNS ഒക്കെ വന്നിട്ടുണ്ട്. അതിലെ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ലീഗൽ അസിസ്റ്റന്റ് കോഴ്സ് കണ്ടക്ട് ചെയ്തതാണ്. നല്ലൊരു ബാച്ച് ആയിരുന്നു അത്. ഒരുപാട് കുട്ടികൾ നന്നായി പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. നല്ല ക്ലാസ്സും കൊടുത്തു. ഡെയിലി എക്സാംസും ലൈവ് സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതേ കണക്ക് നിങ്ങളെയും പഠിപ്പിക്കും, നന്നായിട്ട് പഠിപ്പിക്കും. ഞങ്ങൾ 100% കൂടെയുണ്ട്. പുതിയ ബാച്ച് നവംബർ 12-ാം തീയതി ബുധനാഴ്ച ആരംഭിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക. ആദ്യം മുതലേ പഠിച്ചു തുടങ്ങുക. ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് MA സോഷ്യോളജിക്കാരും MSWക്കാരോ സാറേ ലോ പഠിച്ചെടുക്കാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റും. നല്ല മനോഹരമായ ക്ലാസ്സാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടാകും, കൃത്യമായിട്ട് എക്സാംസ് ഉണ്ടാകും, ലൈവ് സെക്ഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യം എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക, നന്നായി പഠിക്കുക. താങ്ക്